ഒരു കളർഫുൾ ഉണ്ട് അല്ലെ? വെൽക്കം ടു ചങ്സ്റ്റോക്ക്. സോ നമ്മളിപ്പോ റിയാക്ട് ചെയ്യാൻ പോകുന്നത് ഡാർലിംഗ് പ്രഭാസിന്റെ അങ്ങനെ പറയണോ, റെബൽ സ്റ്റാർ പ്രഭാസ് എന്ന് പറയണോ? റെബൽ സ്റ്റാർ പ്രഭാസ് എന്നാണ് നമുക്ക് പറയേണ്ടത്. പക്ഷേ അതിന്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ എഴുതിയിരിക്കുന്നത് ഡാർലിംഗ് പ്രഭാസിനെ കൊണ്ടുവരുന്നതാണ്. വിന്റേജ് പ്രഭാസിനെ I feel the darling mode is going to be on. The name itself, Raja Saab, right? The Raja Saab. അതിന്റെ ഒരു ഗ്ലിംസ് വീഡിയോ ആയിരുന്നു 2 days മുന്നേ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. And entire his look is totally different, right? തംബ്നെയിലിൽ കാണിച്ചിരിക്കുന്ന പിക്ചറിൽ ഒരു രക്ഷയില്ല. അതായത് ആ ഒരു ഫ്ലവർ ഒക്കെ പിടിച്ചോണ്ട് ബൊക്കെ പിടിച്ചോണ്ട് ഇങ്ങനെ വരുന്നൊരു സംഭവമാണ് കാണിച്ചിരിക്കുന്നത്. Because last movie ഡിനോസർ ആയിരുന്നല്ലോ. ഡിനോസർ ആയിരുന്നു. ആൻഡ് ഇത്തവണ തമനസ് ആണ് മ്യൂസിക്. അവിടെ തന്നെ അഗെയിൻ ഒരു ഫെസ്റ്റിവൽ മോഡിനുള്ള സാധ്യതയുണ്ട്. ആൻഡ് മാരുതി തന്നെ ഡയറക്ടറാണ്. മാരുതിന്റെ ഡയറക്ടർ ഞാൻ കേട്ടേക്കണത് ആള് ഇതുപോലത്തെ കുറച്ച് എന്റർടൈനിങ് പടങ്ങളാണ് എടുക്കുന്നതെന്ന് കേട്ടേക്കണേ. അപ്പോൾ ചിലപ്പോ ഒരു ചുവട് മാറ്റം, അതായത് നമ്മള് കുറെ യുഎയും എയും സർട്ടിഫൈഡ് മൂവീസിൽ നിന്ന് ഒരു ഡാർലിംഗ് മോഡിലേക്കുള്ള ഒരു മാറ്റാണ് നമ്മളും വെയിറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് മെൻഷൻ ഫാൻ ഇന്ത്യ ടീസ്. ഫാൻ ഇന്ത്യ ഗ്ലിംസ് അതാണ് സംഭവം. പാൻ ഇന്ത്യ എന്ന് കേട്ടിട്ടുണ്ട്, ഫാൻ ഇന്ത്യ കേട്ടില്ല. Maybe he is having all India fans, no? So obviously that is a fact. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ സംഭവം എന്ന് കാണാം. നേരത്തെ തുടങ്ങാം. റെഡി? ആൻഡ് ബിക്കോസ് ഓഫ് കൽക്കി ഓൾറെഡി വേൾഡ് വൈഡ് ഹിറ്റ് അല്ലേ, അതുകൊണ്ടല്ലോ. ഒരു കളർഫുൾ ഉണ്ട് അല്ലെ? ഫോർ പാൻ ഇന്ത്യ വിത്ത് ലവ്. It's flowers. മാരുതി ഫിലിം. Wow, that summer effect. ഒരു ഫെസ്റ്റിവൽ പടം. ഫുൾ ഫ്ലവറോ? Yes, looking good. It's a pan-Indian movie. Yeah, obviously. It's time for horror romantic comedy. Horror romantic. April 10, 2025 release actually. Horror romantica. ഞാൻ romantic only expected so far, actually. But 2025 so far. Still fine. കാരണം വെച്ചാല് I have watched this like from Bahubali only I started watching his movies like and I watched this Mirchi and all. Yeah. So those movies no is ഒരു ചെറിയൊരു ടെറർ ലുക്ക് ആണ് എല്ലാത്തിലുള്ളത്. And I haven't watched Kalki movie. അത് recently it is not available here. അപ്പൊ അതുകൊണ്ട് കാണാനും പറ്റിയില്ല. അപ്പൊ അതുകൊണ്ട് I have seen only like Prabhas ആ ഒരു മാസ് ആയിട്ടുള്ള ഒരു കൈവരന്റെ ജീവിതം like Salar. Like we have seen only that type of character. That type. But I have heard a lot of like he has done the Darling movie. And more of like the romantic movies and all he has done it. But I haven't watched any of that movies. And this movie നമ്മൾ നോക്കുകയാണെങ്കിൽ പിന്നെ മറ്റേ മൂവി കണ്ടിട്ടുണ്ട്. I don't want to even talk about that. And again one more movie has released, no? ഏകദേശം ഈ ഒരു ലുക്കില് വരുന്നൊരു സാഹോ അല്ല, ഒരു റൊമാൻറ്റിക് പടം ഇറങ്ങിയായിരുന്നു. പക്ഷെ ഇതിന്റെ ഇടയിൽ പക്ഷെ അത് അത്ര ക്ലിക്ക് ആയില്ല. അതിലെ ലുക്കിനൊക്കെ ഭയങ്കരമായിട്ട് ചോദ്യം ചെയ്തിരുന്നു. I don't know about the movie. I don't even know that some movie. Time and all it's mentioned, no? Like that is Saho only, no? അല്ല സാഹോ അല്ല. സാഹോ it's a fight movie തന്നെ. Fight movie. ഇതെന്തൊരു റൊമാൻറ്റിക് ടൈപ്പ് ഒരു മൂവി ഇറങ്ങി. Okay, whatever. അതെന്തെങ്കിലും ആയിക്കോട്ടെ. ഈ മൂവിയിൽ നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ആ ഒരു ലുക്ക് ഒക്കെ. ബിക്കോസ് ഓൾവേസ് ദിസ് ലുക്ക് വുഡ് ബി ജഡ്ജ്ഡ് എവറി ടൈം. പക്ഷേ ഇതിനകത്ത് നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ see all the angles it's there they have shown, right? And our glimpse correct ആയിട്ട് maximum shown in the all angles. സത്യമാണ് ആ ഒരു സംഭവം ആ ഒരു ആംഗിൾ കാണിക്കാൻ നോക്കി. ദർ ബ്യൂട്ടിഫുള്ളി ആസ് നൈസ്ലി ഷോക്കേസ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു രണ്ടാം വരവ് എന്ന് വേണമെങ്കിൽ പറയാം. ബിക്കോസ് മൊത്തത്തിൽ ഇൻ സലാർ ആൻഡ് ഓൾ ലൈക്ക് വി ഹാവ് സീൻ ഒരു പർട്ടിക്കുലർ ഒരു ഷെയ്ഡ് അല്ലെങ്കിൽ ഒരു സൈഡ് മാത്രമായിരുന്നു ലൈക്ക് ദേ വർ ലൈക്ക് മോർ ഫോക്കസിങ്. ആൻഡ് കൽക്കി ഐ ഡോണ്ട് നോ ബിക്കോസ് ഇൻ ദാറ്റ് ടോട്ടലി ഡിഫറെന്റ്. ആൻഡ് I haven't watched the movie, so I don't know about the movie, how they have showcased. Definitely the song and all they have released, it was very nice in that different getup. ഞാൻ കാണിച്ചിരിക്കുന്നത് നല്ല തന്നെയാണ്. അതുകൊണ്ടാണല്ലോ പടം നല്ല രീതിയിൽ ഓടുന്നത്. That is what. And again he is in a comeback എന്ന് പറയാൻ പറ്റില്ല. ഓൾറെഡി comeback ആയി. കാരണം Salar is a blockbuster hit, Kalki also is a blockbuster hit. So now it is he is in that ആ ഒരു പൊസിഷനിൽ എത്തി. Again now ഹിറ്റ് അടിക്കാനുള്ള സംഭവം. So the genre they're telling horror comedy, romantic. Horror romantic comedy. So
is he going to be ghost or something like that in this movie? Because ഒരു horror effect is going to come. അതെന്തായാലും ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു ലുക്കിൽ തന്നെ എന്തൊക്കെയോ ഉണ്ട്, because he's with the flowers and all, like അങ്ങനെ വേറെ ആരെയും ഒന്നും കാണിച്ചിട്ടില്ല. Because there itself we are getting the vibe of Tamanas. Where flower is there, definitely Tamanas would have done the background score and music to that. അപ്പൊ അതാണ് നമുക്ക് എപ്പോഴും കിട്ടുക. അപ്പൊ ആ ഒരു വൈബ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. So about the director and all അധികം അറിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ we'll have to wait for the movie, and shortly might be started coming other updates too, right? Yes. എന്തായാലും waiting for it. നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം.